യു എയുടെ ഈ ദിനത്തിനവർ നൽകിയിട്ടുള്ള പേര് വിശ്വാസികൾക്ക് സന്തോഷമുള്ള 2 ദിവസങ്ങൾ പെരുന്നാളാണ്. അതുപോലെ യൂണിറ്റിയുടെ ഐക്യത്തിൻ്റെ പെരുന്നാളായാണ് ഈ ദിവസത്തെ ഈ നാട് ആഘോഷിക്കുന്നത്. ആ സന്തോഷത്തിൽ പങ്കുചേരാനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നത്. പ്രിയപ്പെട്ട സൂപ്പിക്കയും ഇസ്മായിലും കൂടെ വിളിച്ചപ്പോൾ വരണമെന്ന് തോന്നിയത് അജ്മാൻ KMCCയെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. സാധാരണക്കാരായ പ്രവർത്തകരുടെ ഹൃദയത്തുടി പറയുന്ന അപൂർവ സംഘാടകരിൽ ഒരു കൂട്ടരാണ് അജ്മാനിലെ KMCCയുടെ പ്രവർത്തകരും നേതാക്കളുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഇന്ന് പങ്കെടുക്കണമെന്ന് വിചാരിച്ച് തന്നെ വന്നതാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് നല്ല പാട്ട് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സൂഫി സംഗീതം ലോകത്തിലെ മനോഹരമായ സംഗീതത്തിൻ്റെ ഒരു ശാഖ രൂപപ്പെട്ടു വന്നതാണ്. ഞാനിങ്ങനെ വരുമ്പോൾ KH താനൂരിൻ്റെ മനോഹരമായ സംഗീതമാണ് കേട്ടിരുന്നത്. അത് അവസാനിച്ചത് തൂക്കുജ മൻകുജ എന്ന ലോകപ്രസിദ്ധമായ സംഗീതത്തിലുമാണ്. അതിൻ്റെ ബാക്കിക്കായി അവരവിടെ, ഞാൻ മൂത്രമൊഴിക്കാൻ പോയപ്പോഴാണ് കണ്ടത്, അവരവിടെ കാത്തിരിക്കുന്നുണ്ട് ആ റൂമിൽ. ഖവാലിയിൽ നിന്നാണ് ഈ സൂഫി സംഗീതം ഉണ്ടാവുന്നത്. ഖവാലിയിൽ നിന്ന്, ഖവാലി തന്നെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഉള്ള ഒരു സംഗീതമാണ്. നുസ്രത്ത് ഫത്തഹ് അലി ഖാനാണ് അതിൻ്റെ ഒരു കൺവേർഷൻ ഉണ്ടാക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെ വലിയ അംഗീകാരം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് റാഹത്ത് ഫത്തഹ് അലി ഖാൻ. ഇന്നൊരു പക്ഷേ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന സൂഫി സംഗീതത്തിൻ്റെ ഒരു പ്രതിഭയായി മാറിയിരിക്കുന്നത് റാഹത്ത് ഫത്തഹ് അലി ഖാനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സൂഫി സംഗീതത്തിലെ വരികളാണ് അവസാനം ഇവിടെ ആലപിച്ചിട്ടുള്ള മനോഹരമായ തൂക്കുജ എന്ന് തുടങ്ങുന്ന പാട്ട്. അതിൻ്റെ ബാക്കി നിങ്ങൾ കേൾക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും കൂടുതലായിട്ട് പറയണമെന്ന് ഞാൻ വിചാരിക്കണില്ല. ലോകത്ത് വ്യത്യസ്തമായ ഭരണരീതികളുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ നാട്. ജനാധിപത്യമുണ്ട്, പ്രസിഡൻഷ്യൽ ഭരണമുണ്ട്, രാജാധിപത്യമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ ആയ വ്യത്യസ്തമായ ഭരണങ്ങൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഈ ഭരണങ്ങളൊക്കെ തന്നെ ഏത് തരത്തിലാണ് ശ്രദ്ധേയമാകുന്നത് എന്നത് അവർ ആർക്കു വേണ്ടി ഭരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ്. ജനാധിപത്യമാണ് നല്ലത് എന്നോ, രാജാധിപത്യമാണ് നല്ലത് എന്നോ, പ്രസിഡൻഷ്യൽ ഭരണമാണ് നല്ലത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു പ്രജക്ക് അല്ലെങ്കിൽ ഒരു പൗരന് അവർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന് തോന്നുമ്പോഴാണ് ഏത് സിസ്റ്റമായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഭരണകൂടത്തിൻ്റെയോ ഭരണരീതികളോ നാം എത്ര ഉദ്ഘോഷിക്കുന്ന മികച്ചതായാലും അത് ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് തോന്നിയാൽ പിന്നെ ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഈ രാജ്യത്തിലെ സിസ്റ്റം ആളുകൾക്ക് ഇഷ്ടമുള്ളതാവുന്നത്, ആളുകൾക്ക് സന്തോഷമുള്ളതാവുന്നത്, വിദേശത്തു നിന്ന് വന്നിട്ട് വരുന്നവർ പോലും ആഘോഷപൂർവം ഈ നാടിൻ്റെ സ്വാതന്ത്ര്യദിനത്തെ ആഘോഷിക്കുന്നത് ഈ നാട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, വിവിധ എമിറേറ്റ്സുകൾ കൂട്ടിച്ചേർന്നാണ് UAE ഉണ്ടാവുന്നത്. എവിടെയാണെങ്കിലും നിരവധി തർക്കങ്ങൾക്ക് സാധ്യതയുള്ള വ്യത്യസ്തമായ ഭൂപ്രകൃതിയുണ്ട്, വ്യത്യസ്തതയുണ്ട്, രീതികളുണ്ട്. പക്ഷെ ഒരു തർക്കവുമില്ലാതെ
അതിനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാനേജ്മെന്റ് സ്കില്ല് ഇവിടെയുണ്ട്. രണ്ടാമത്തെ കാര്യം, ലോകത്ത് നിങ്ങൾ എല്ലാവരും ലോകത്ത് ഏറ്റവും കൂടുതൽ ടൂറ് പോകുന്ന പാരീസ് ആവട്ടെ, ഏതൻസ് ആവട്ടെ, എവിടെ പോയാലും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പറയണത് നിങ്ങളുടെ ബാക്ക് പാക്ക് നിങ്ങൾ മുമ്പിൽ വെക്കണമെന്നാണ്. വാച്ച് ധരിക്കരുത്, ഓർണമെന്റ് ധരിക്കരുത്. ഇൻസെക്യൂരിറ്റിയുടെ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്, സുരക്ഷിതമല്ല. മിഡിൽ ഈസ്റ്റിലേക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നതിൻ്റെ സുപ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് ഇവിടെ സേഫാണ് എന്നതാണ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിയാണ് ഈ രാജ്യം എന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഇപ്പോൾ ലോകത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഉള്ളത് അബുദാബിയിലാണ്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് എന്ന് നിങ്ങൾക്കറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് വന്ന് തമ്പടിക്കുന്നത് UAE-യിലാണ്, മിഡിൽ ഈസ്റ്റിലാണ്, അബുദാബിയിലാണ്. ഒരു രാജ്യത്തുണ്ടാവേണ്ടുന്ന സ്വാസ്ഥ്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. കുറച്ചു കാലം മുമ്പ് അറബ് ലോകത്തിന് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്ന അയൽപ്രദേശങ്ങളുണ്ട്. എന്നാൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഭരണാധികാരികളുടെ നിരന്തരമായ ശ്രദ്ധ ഈ പരിസര ഭാഗങ്ങൾ കൂടെ ശാന്തമാകുന്ന ഒരവസ്ഥ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുകയുണ്ടായി. ഭരണാധികാരിയുടെ മികവ്, നേരത്തെ ഫിറോസ് ഇവിടെ പറഞ്ഞ പോലെ ലോകത്തിലെ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാനാവുക, അത് മറ്റൊരു പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും അന്തിച്ചു നിൽക്കുന്നത്, പ്രയാസപ്പെട്ട് നിൽക്കുന്നത് ലോകത്തിലെ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുമ്പോഴാണ്. നിങ്ങൾ സൗദി അറേബ്യയിൽ വരുന്ന ദി ലൈൻ എന്ന് പറയുന്ന പ്രോജക്റ്റ്, ഷെയ്ഖ് സായിദ് റോഡിൽ നമ്മൾ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ കാണാൻ കഴിയാത്ത വെർച്വൽ സ്പേസുകൾ, AI-യുടെ ഏറ്റവും മനോഹരമായി AI ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് UAE മാറിയിട്ടുണ്ട്. ലോകത്ത് വരുന്ന മാറ്റങ്ങളെ, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെയുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നത്. ഇപ്പൊ UAE കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാര്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന ചെറിയ പ്രയാസം വരുമ്പോൾ നമ്മൾ പറയും UAE ബെസ്റ്റാണ്. എന്താ കാര്യം? ഇവിടെ നിയമം ഭയങ്കര ശക്തമാണെന്നാണ്. സ്നേഹമുള്ളവരെ, നിയമത്തിന്റെ എന്ത് പോരായ്മയാണ് നമ്മുടെ രാജ്യത്തുള്ളത്, ഇന്ത്യയിലുള്ളത്? നിയമത്തിന്റെ തലമുടിനാരിഴ കീറി പരിശോധിച്ച നിയമവിശാരദന്മാർ അത്യധ്വാനം ചെയ്ത് ഭരണഘടനയും നിയമവും ഉണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നിയമത്തിന്റെ പ്രശ്നമല്ല ഒരു രാജ്യം ശാന്തമാകുന്നത്, മറിച്ച് രാജ്യം ഭരിക്കുന്നവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ നിയമം പാലിക്കാൻ ജനങ്ങൾ സ്വയം സന്നദ്ധമാവുകയാണ്. ജനങ്ങൾക്ക് നിയമം ലംഘിക്കേണ്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവണില്ല. എന്തിനാണ് ഒരു സമരം ഉണ്ടാവുന്നത്? എന്തിനാണ് നിയമലംഘനത്തിന്റെ പ്രശ്നത്തിൽ ജനങ്ങൾ മുമ്പിൽ വരുന്നത്? രാജ്യത്ത് നിയമം ലംഘിക്കപ്പെടുന്നത് ഒരു പൗരന് നീതി കിട്ടില്ല എന്ന ബോധ്യം കൊണ്ടാണ്. പൗരന്റെ നീതി ഒരു ഭരണകൂടം ഉറപ്പുവരുത്തിയാൽ, പൗരന്റെ സുരക്ഷിതത്വം ഒരു ഭരണകൂടം ഉറപ്പുവരുത്തിയാൽ പിന്നെ ആ രാജ്യത്ത് നിയമം ആവശ്യം പോലുമില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണകൂടമായി എന്നതാണ് ഒരുപക്ഷെ UAE-യുടെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകതയായി. ഇവിടുത്തെ പൗരന്മാർ അവർക്ക് പരമപ്രധാനമാണ്. മറ്റൊരു മതത്തെയും ആക്ഷേപിക്കാതെ നമ്മൾ പിന്നെയും പിന്നെയും നമ്മോട് പറയേണ്ട, പഠിക്കേണ്ട, മനുഷ്യൻ എന്ന നിലക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ പറയാതെ പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു മതവിഭാഗവും അവന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ തടസ്സപ്പെട്ടുകൂടാ. അവന്റെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയണം. അവന്റെ വിശ്വാസങ്ങൾ അവന് പാലിക്കാനുള്ള സൗകര്യങ്ങൾ ഭരണകൂടങ്ങൾ സ്വാഭാവികമായി ഒരുക്കി കൊടുക്കണം. ഈ രാജ്യത്തിലെ ഭരണകൂടം എത്രമേൽ ജാഗ്രതയോടെയാണ് അതിനെ കാണുന്നത് എന്ന് വരുമ്പോഴാണ്
പരമതദ്വേഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഭരണാധികാരികളോട് നമുക്ക് പുച്ഛമുണ്ടാവുക, വെറുപ്പുണ്ടാവുക, വിദ്വേഷമുണ്ടാവുക. അങ്ങനെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ഒരുപാട് സഹോദരിമാരും ഇവിടെ ഉണ്ട്, ഞാൻ പറയട്ടെ നിങ്ങളോട്, നമുക്ക് ഈ പ്രവാസത്തെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ പറയുന്നത് കുറച്ചു കാലം ഗൾഫിൽ വരുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ആ പ്രവാസമല്ല ഇന്നത്തെ കാലത്ത്. ഇവിടെ വന്ന് അവാർഡുകൾ വാങ്ങിപ്പോയ കുറെ ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ 50 കൊല്ലമായി, 40 കൊല്ലമായി, 42 കൊല്ലമായി അവരിവിടെയാണ്. അവരെപ്പോഴാ തിരിച്ചു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയോ? അവരെപ്പോഴാ തിരിച്ചു പോകുന്നത്? പ്രവാസം ഒരു ഇടക്കാല രീതിയല്ല. പ്രവാസം നിങ്ങളുടെ ജീവിതത്തെ മുഴുക്കയുള്ള ഒരു പ്രതിഭാസമായിരിക്കുന്നു പുതിയ കാലത്ത്. റിട്ടയർമെന്റ് ഇല്ല. നിങ്ങൾ എവിടെ എങ്ങനെ നിൽക്കും? ജോലിയാണോ ബിസിനസ് ആണോ? കുറച്ച് കഴിഞ്ഞാൽ മക്കൾ ആ ബിസിനസ് ഒക്കെ ഏറ്റെടുത്തേക്കാം, മക്കൾ പുതിയ ജോലി ചെയ്തേക്കാം. എന്നാലും നിങ്ങൾ ഇവിടെ ഉണ്ടാവും. സൂപ്പിക്കൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. എപ്പോഴാ തിരിച്ചു പോകാമെന്ന് സൂപ്പിക്കാക്ക് പറയാൻ പറ്റുമോ? എത്ര ആളുകളുണ്ട് ഇവിടെ? നിങ്ങൾ എപ്പോഴാ തിരിച്ചു പോണത്? എപ്പോഴാ തിരിച്ചു പോണത്? പ്രവാസം ഒരു ഇടക്കാല ജീവിതമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി പ്രവാസം എന്ന് മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒന്നല്ല. ഞാൻ എല്ലായ്പ്പോഴും KMCCയുടെ പ്രവാസ സംഘടനകളിലൊക്കെ പറയാറുണ്ട്, 2-3 കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. ഒന്ന്, ഇവിടെ വന്നത് നിങ്ങൾ സമ്പാദിക്കാൻ കൂടിയാണ്. ഈ രാജ്യത്തിലെ ഭരണകൂടം അതിന് സൗകര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. പക്ഷേ ആ ലക്ഷ്യത്തെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ വന്നത് സമ്പാദിക്കാനാണ്. ബിസിനസ് ചെയ്ത്, ജോലി ചെയ്ത്, അതിൽ നല്ല ജാഗ്രതയോടെ നിങ്ങളുടെ സമയം ചെലവഴിച്ചിട്ട് മതി നിങ്ങൾ KMCC സംഘടിപ്പിക്കാൻ, ലീഗ് സംഘടിപ്പിക്കാൻ, ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ. കാരണം നിങ്ങളെ പ്രതീക്ഷിച്ച് ഒരു നാടും ഒരു വീടും ഒരു കുടുംബവും നാട്ടിലുണ്ട്. പല KMCCക്കാരെയും എനിക്കറിയാം. മറ്റുള്ളവന് ബൈത്തുറഹ്മ ഉണ്ടാക്കി കൊടുക്കാൻ ഓട്ടമാണ്. ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ അത്യധ്വാനമാണ്. പക്ഷെ അവസാനം നാട്ടിൽ തിരിച്ചു പോയാൽ അവന് കയറി കിടക്കാൻ ഒരു കൂര പോലുമില്ലാത്ത ഒരുപാട് പേരെ എനിക്കറിയാം. അതൊരു നീതിപൂർവകമായി നിങ്ങളുടെ നഫ്സിനോട് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വ നിർവഹണമല്ല. 2, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ KMCC എല്ലാ പ്രവാസ മേഖലയിൽ പോകുമ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആളുകൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിറങ്ങിയാൽ നമ്മളെയും കൊണ്ട് ഓട്ടാണ്. പിന്നെ നമ്മളെ കെയർ ഓഫിൽ പല സ്ഥലത്തും ഭക്ഷണമാണ്. നമ്മൾ അധികം ഒന്നും തിന്നൂല. നിങ്ങൾ എമ്മാതിരി തീറ്റിയാണ്. 1 മണി 2 മണിക്കൊക്കെ നേതാക്കന്മാരെ സൈഡാക്കി ഇരുത്തിയിട്ട് എമ്മാതിരി അടിയാണ് നിങ്ങൾ അടിക്കണത്. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. നിങ്ങളുടെ ഭക്ഷണക്രമം, നിങ്ങളുടെ ഉറക്ക്, നിങ്ങളുടെ ആരോഗ്യം, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ രാജ്യത്തിന് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഈ രാജ്യത്തിനൊരു ബാധ്യതയുണ്ട്. നിങ്ങൾ പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല. രാത്രി 1 മണിക്കൂർ 2 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്നാൽ അവസാനം നാട്ടിലേക്ക് വരുന്ന സമയത്തുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോ പ്രവാസിയെ എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. മറ്റൊരു കാര്യം, നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കൂടെയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയും മക്കളും ഉമ്മയും വാപ്പയും ഒക്കെ നാട്ടിലുണ്ട്. നാട്ടിൽ ഈ ഗൾഫിൽ മക്കളെ കുറിച്ചുള്ള ഒരു സൈക്കോളജിക്കൽ ടേം എന്താണെന്നറിയോ? ഫാദർലെസ് ഫാമിലി എന്നാണ്. ഫാദർലെസ് ഫാമിലി. വാപ്പ ഇല്ല എന്നല്ല, വാപ്പ നാട്ടിലില്ലാത്ത, അവരഭിമുഖീകരിക്കുന്ന കുറെ സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട്. എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടതെന്ന് ആധുനിക കാലത്ത് മെത്തേഡുകളുണ്ട്. നിങ്ങളും ഞാനും പ്രസംഗിച്ച് തീർക്കാവുന്ന പ്രശ്നമല്ല. അതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നിങ്ങളത് ഡിപ്പെൻഡ് ചെയ്യണം KMCC.
നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കുന്ന ഫാമിലി, ഭാര്യ, മക്കൾ, നാട്ടിലായാൽ അവർക്കൊരു വൃന്ദമുണ്ട്, ഒരു ചുറ്റുവട്ടമുണ്ട്, അവരവരെ ശ്രദ്ധിക്കും. മക്കൾക്ക് കളിക്കാനുള്ള സ്ഥലം നിങ്ങൾക്കറിയാം, നാട്ടിൽ അവരെ ശ്രദ്ധിക്കുന്ന ആളുകളെ അറിയാം. ഇവിടെ ഒരു മുറിക്കകത്ത് അവർ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ കഴിയണം. നിങ്ങൾ ഒരു പ്രവാസി സംഘടനയാണ്, നിങ്ങൾ ഒരു കാലത്തും മറക്കരുത്. ലീഗിന് യുവജന സംഘടനയുണ്ട്, ഇപ്പോൾ സാദിഖ് അലി തങ്ങളും വിരോധമൊക്കെ വന്നു. ഇവിടെ ലീഗിന് തൊഴിലാളി സംഘടനയുണ്ട്, വിദ്യാർത്ഥി സംഘടനയുണ്ട്. ഇതൊക്കെ ഓരോ മേഖലയിൽ ഓരോ കാര്യം നോക്കാനാണ്. KMCC ഉണ്ടാക്കിയത് പ്രവാസ ലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനാണ്. അത് മറന്നു പോകരുത്. മറന്നു പോവാറുണ്ട്, അതുകൊണ്ടാണ് ഞാനത് മറന്നു പോകരുതെന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തമാണ് പ്രഥമഗണനീയമായി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. അത് വിട്ടുപോകാൻ നിങ്ങൾക്ക് കഴിയരുത്. ബാഫക്കിത്തങ്ങളും സീതി സാഹിബും ഒരു പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്ത് അതിജയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലത്ത് ആ അതിജയം സാധ്യമാക്കിയത് നിങ്ങളുടെ പ്രവാസ ജീവിതമാണ്. ഈ ഇരിക്കുന്ന 99% ചെറുപ്പക്കാരുടെ അല്ല, നിങ്ങളുടെ പിതാമഹന്മാരുടെയും പിതാക്കളുടെയും അവരുടെ അധ്വാനാണ്. അവിടെ ഉയർന്നു വന്ന മഹാകെട്ടിടങ്ങൾക്ക്, ആരാധനാലയങ്ങൾക്ക്, പാഠ്യശാലകൾക്ക് നിങ്ങളുടെ വിയർപ്പിന്റെ അംശമുണ്ട്, നിങ്ങളുടെ പിതാമഹന്മാരുടെ വിയർപ്പിന്റെ അംശമുണ്ട്. ഇവിടെയുള്ള എണ്ണ അറബികൾക്ക് മാത്രമായി അവർ എടുത്തു വച്ചിട്ടില്ല. ഇവിടെ ആര് വന്നാലും, ഈ നാട്ടിന്റെ നിയമങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന ആര് വന്നാലും, അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല, മനുഷ്യർ. അവർക്ക് വേണ്ടി ഈ നാട് അവർക്ക് ദൈവം കൊടുത്ത മഹാ അനുഗ്രഹത്തെ അവർ ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ KMCCയോട് ഒരു കാര്യം കൂടെ പറയുന്നു, ഇന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറയാണ്. നിങ്ങൾ നടത്തിയിട്ടുള്ള ചാരിറ്റി വർക്കുണ്ട്. ആ ചാരിറ്റി വർക്ക് കേരളത്തില് ഒരു കാലത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ അതിജയത്തിന് വലിയ ശക്തി പകർന്നിട്ടുണ്ട്. ചാരിറ്റി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ലീഗ് അതിന് നേതൃത്വം കൊടുത്തത്. രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് സ്പിരിച്വൽ കൂടിയാണ്, ആത്മീയവും കൂടിയാണ്. അതല്ലെന്ന് പറയുന്നത് അതറിയാത്തവരുടെ ഭാഷ്യമാണ്. നിങ്ങൾ മറ്റുള്ളവനെ സഹായിക്കണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന സാമൂഹ്യവും വിശ്വാസപരവുമായ ബാധ്യതയാണ്. പക്ഷെ ഇന്നത്തെ ചാരിറ്റിയിൽ മാറ്റങ്ങളുണ്ട്. ഞാൻ വയനാട്ടിൽ ആ മഹാദുരന്തമുണ്ടായപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വൈറ്റ് ഗാർഡിന്റെ മഹാപ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് സേവാഭാരതിയുടെ പ്രവർത്തകന്മാരെ. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ആ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് സുരേഷ് ഗോപി തൃശൂർ പൂരം കലക്കാൻ വേണ്ടി പോയത് എന്നിടത്താണ് അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. ചാരിറ്റിയിൽ നിങ്ങൾ അഭിരമിക്കുമ്പോൾ രാഷ്ട്രീയം നിങ്ങൾ മറന്നുപോയാൽ അത് പ്രശ്നമാണ്. രാഷ്ട്രീയത്തെ മറന്നുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഒരു ചാരിറ്റിയും ആത്യന്തികമായി ഒരു രാജ്യം എന്ന നിലക്ക് നമ്മുടെ നാടിന് ഉപകാരപ്പെടില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ നടത്തുന്ന ഒരു ചാരിറ്റി വർക്കും അത് ചെറുതെന്നോ അത് ശരിയല്ലെന്നോ അല്ല പറയുന്നത്, മറിച്ച് അതിനകത്ത് രാജ്യം, സ്നേഹം, പരസ്പര സൗഹൃദം, വിദ്വേഷമില്ലായ്മ ഇതെല്ലാം ചേരുന്ന ഒരു ആത്മബന്ധമുണ്ടാവണം. ആ രാഷ്ട്രീയത്തെ മറക്കുകയും ചെയ്യരുത്. മറ്റൊരു കാര്യം, ഗൾഫ് ഒരു പുരുഷ റിസർവേഷൻ ആയിട്ട് നിങ്ങൾ കാണരുത്. പെൺകുട്ടികളെ, സ്ത്രീകളുടെ സമർത്ഥരായ പെൺകുട്ടികൾ, ഇന്നിപ്പോ ഞാൻ ഇവിടെ ഉമ്മമാര്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം പലപ്പോഴും പറയാറുണ്ട്. CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തിന്റെ കണ്ണു നിറച്ച്
തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിന്റെ മുമ്പിൽ കാറിൽ ഇരിക്കുന്ന ഒരു സീൻ KC അബൂബക്കർ മൗലവി പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ CH വണ്ടി നിർത്താൻ പറഞ്ഞു ഡ്രൈവറോട്. ആ കുട്ടികൾ ഇറങ്ങുന്ന അരുമയായ കാഴ്ച ഇങ്ങനെ കാണുകയാണ്. KC പറഞ്ഞു, CH എന്താ ഒരു വിഷമം പോലെ? CH പറഞ്ഞു, KC നമ്മുടെ മക്കള് ഇതുപോലെ സ്കൂളിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികൾ ഇറങ്ങി വരുന്ന ഒരു കാലം എന്നാണ് KC നമുക്ക് ഉണ്ടാവുക? പൂക്കോയത്തങ്ങളുടെ അവസാനത്തെ പ്രസംഗമാണ് ഒരു പക്ഷെ കുത്തുബത്തുൽ ബിദാഅ് എന്ന് പറയാം. കാഞ്ഞങ്ങാട് നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണം. 21 തകർന്നടിഞ്ഞു പോയ ഒരു ജനതയോടാണ് ഈ ആഹ്വാനം. ആ പെൺകുട്ടികൾ ഇപ്പോഴെവിടെയുള്ളതെന്ന് അറിയാലോ നിങ്ങൾക്ക്. പഠിച്ച് എത്ര ഉഷാറായിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ നമ്മൾ വിട്ടുപോണൊരു കാര്യമുണ്ട്. എന്താ അറിയോ നിങ്ങൾ? ഇവിടെ വാപ്പാക്ക് കഫ്റ്റീരിയ ഉണ്ട്, ഹോട്ടലുണ്ട്. അപ്പൊ മകന് +2 കഴിയുമ്പോഴത്തേക്കും എങ്ങനെങ്കിലും +2 കഴിച്ചാൽ മതി എന്നാണ് അവനെ അങ്ങനെ തന്നെ കൂട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഹോട്ടൽ നടത്തുന്നു, അവൻ അധ്വാനിക്കുന്നു. അതിനിടയിൽ അവന്റെ പഠിപ്പ് നിന്നു പോകുന്നു. അവന്റെ പെങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്, അവള് ഡിഗ്രി എടുക്കുന്നുണ്ട്, PG എടുക്കുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ഇവൻ അവസാനം ഇവിടെ ഇങ്ങനെ നിന്ന് 10-25 വയസ്സായി, കല്യാണം കഴിക്കണം. നാട്ടിൽ പോയി നോക്കുമ്പോഴാണ് മനസ്സിലായത് ഡിഗ്രി ഇല്ലാത്ത ഒറ്റ പെൺകുട്ടിയില്ല. ഒരു ദിവസം തെരഞ്ഞു, ഒരു മാസം, അടുത്ത ലീവിന് പിന്നെയും പോയി. 3ാമത്തെ ലീവിന് കണ്ണും പൂട്ടിയൊരു കെട്ടാണ് +2 PGനെ. വെറുതെ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്, കല്യാണം കഴിച്ചവരൊക്കെ ആലോചിച്ച് നോക്ക്. ഭാര്യയുടെ എഡ്യൂക്കേഷൻ എത്രയാണ്? നിങ്ങളുടെ എഡ്യൂക്കേഷൻ എത്രയാണ്? വെറുതെ ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ആത്മവിമർശനത്തിന് വേണ്ടി കൂടി പറയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ് സകല വാപ്പാരോടും ഉമ്മാരോടും, ആൺകുട്ടികളെ അവരുടെ പഠനം ഇവിടെ +2 കഴിഞ്ഞ് വന്നാലും അവർക്ക് തുടർന്ന് പഠിക്കാനുള്ള സൗകര്യത്തെക്കുറിച്ച് KMCC ആലോചിക്കണം. അവരെ ഡിഗ്രി എടുപ്പിക്കാനും അവരെ PG എടുപ്പിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. പെൺകുട്ടികളെ എന്താ, പെൺകുട്ടികൾ ഹോട്ടലിൽ വന്നാൽ, പെൺകുട്ടികൾ ജോലിയെടുത്താൽ അവരെ പഠിപ്പിക്കുന്നത് കല്യാണം വരെ കഴിയുന്നത് വരെ പോകാനാ? കെട്ടുപ്രായം എത്തുന്നത് വരെ എവിടെങ്കിലും പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ? മിടുക്കികളാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ, മിടുക്കികളാണ്. എത്ര നന്നായിട്ടാണ് അവര്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയാറുണ്ട്, നമ്മളുടെ സ്ത്രീകളെ ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ കണ്ണൂരിൽ 10 കൊല്ലം MLA ആയ ആളാണ്. നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ണൂരിൽ MLA ആയാൽ ഏറ്റവും നല്ല അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണൂരുകാരുടെ ആതിഥേയത്വവും അവരുടെ സുന്ദരമായ ഭക്ഷണമാണ്. എന്തൊരു രസമാണ് കണ്ണൂരിലെ ഭക്ഷണം. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. സത്യത്തിൽ കണ്ണൂരിലെ സ്ത്രീകളുടെ ഭക്ഷണം വെക്കാനുള്ളൊരു മിടുക്കുണ്ടല്ല. എൻ്റെ ഭാര്യയ്ക്ക് പേടിയായിരുന്നു, പിന്നെ അത് കെട്ടിക്കളയെന്നുള്ള ബേജാറുണ്ടായിരുന്നു. എങ്ങനെങ്കിലും പുരലെത്തിയാൽ മതി എന്നാണ്. അതെന്നെ തോറ്റുപോയത്. ഓളെ പ്രാർത്ഥന കൊണ്ടാണ്. ഞാൻ വീട്ടിൽ വന്നാലൊക്കെ പറയും എന്തൊരു ഭക്ഷണമാണ്. അവരുണ്ടാക്കുന്ന പലഹാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ മുട്ട കൊണ്ടൊക്കെ മാല ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങള്. സത്യത്തിൽ ഈ പെണ്ണുങ്ങളെങ്ങാനും ISRO ചേർത്തിയാൽ ആദ്യം വിമാനം പറത്ത് ഓരായിരിക്കും. മുട്ട കൊണ്ട് മാല ഉണ്ടാക്കുന്നവർക്ക് എന്ത് വിമാനം വന്നിക്ക്? എന്തൊരു കൈപ്പുണ്യം ഉണ്ടോ അവർക്ക്. ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? വസ്ത്രം, ഭക്ഷണമാണ്. അത് നിൽക്കില്ല മനുഷ്യനുള്ളിടത്തോളം. അതിലേറ്റവും ഗംഭീരമായ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ വലിയ മിടുക്കന്മാരാണല്ലോ ഇവിടെയുള്ള നാദാപുരത്തുകാരും ഇവിടെയുള്ള കണ്ണൂക്കാരും കോഴിക്കോട്ടുകാരും ഒക്കെ. കണ്ണൂരിലെ സ്ത്രീകളുടെ കൈപ്പുണ്യം നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട് അറിയങ്ങൾ? ഇപ്പൊ എവിടെങ്കിലും പോയാൽ കാണാം എന്താണ്, പിന്നെ തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പൊ നമ്മൾ പൂതി കൊണ്ട് കയറി വെക്കും. അപ്പൊ സംഗതി എന്താ അറിയങ്ങൾ? മുതലാളി തലശ്ശേരിക്കാരനാണ്, പക്ഷെ ബിരിയാണി ബംഗാളിൻ്റെ ആണ്. അതാണ് ഈ തലശ്ശേരി ബിരിയാണി ഫേമസ് ആയത് പെണ്ണുങ്ങൾ ഭക്ഷണം വെച്ചിട്ടാണ്. നിങ്ങൾക്ക് തലശ്ശേരിയിൽ 12 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം വാങ്ങുന്ന ഒരു സ്ത്രീ UK-യിലുണ്ട്. 3 5 സ്റ്റാർ ഹോട്ടലുകളുടെ കൺസൾട്ടന്റ് ഷെഫാണ്. നിങ്ങളൊരു മക്കളെ ഡോക്ടറാക്കണമെങ്കിൽ ഇപ്പൊ പറയണത് പരമാവധി ഒരു 60-75 ലക്ഷം രൂപ മതി. എന്നാൽ നിങ്ങൾ മക്കളെ ഒരു കൾണറി കോഴ്സിന് ചേർക്കണമെങ്കിൽ
എന്താ കൾണറി കോഴ്സ് അറിയുകൾ? ഷെഫിന്റെ പണിയാണ്. നിങ്ങളെ ലോകത്തെ മികച്ച യൂണിവേഴ്സിറ്റിയിൽ അവരെ കൾണറി കോഴ്സിന് ചേർത്തണമെങ്കിൽ 1.5 കോടി രൂപ ഫീസ് കൊടുക്കണം. ഒരു 2 ഡോക്ടറാക്കാനുള്ള പൈസ നിങ്ങളുടെ മക്കളെ ഷെഫാക്കണമെങ്കിൽ കൊടുക്കണം. ലോകത്ത് വരുന്ന മാറ്റമൊന്നും നമ്മൾ മനസ്സിലാക്കാറില്ല, പരിശോധിക്കാറില്ല. ഞാൻ പറയണു, ഇതൊരു പുരുഷന്മാർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇടമല്ല. സ്ത്രീകളും അവരെയും ഒരു സമൂഹത്തിന്റെ 50% വർക്ക് ചെയ്യണത് 10-60 കൊല്ലായിട്ട്. ബാക്കി വരുന്ന 50% കൂടെ അങ്ങനെ ഈ രംഗത്തേക്ക് വരാൻ കഴിയണം. KMCC-ക്കാര് നാട്ടിൽ നിന്ന് വരുന്ന പ്രൊഫൈലുകൾ, അവരുടെ തൊഴില്, അവരെ പുതിയ ഇടങ്ങൾ, പുതിയ സംരംഭകർ, അവരൊക്കെയും എന്റർടൈൻ ചെയ്യാൻ കഴിയണം. ഞാൻ KMCC-ക്കാരോട് പറയട്ടെ, ഈ രാജ്യം അതിൻ്റെ മനോഹരമായ അതിൻ്റെ പ്രയാണത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾ എല്ലാ തരത്തിലും ഇൻവോൾവ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടോ, ഈ UAE-യിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ സെമിനാറുകൾ, പദ്ധതികൾ, പരിപാടികൾ? കഴിഞ്ഞ മാസം നടന്നത് എൻവയോൺമെന്റൽ മീറ്റിംഗ് ആണ്, വേൾഡ് എൻവയോൺമെന്റ് മീറ്റാണ്. നമുക്കറിയാലോ, അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം. നമുക്കെന്തായിരുന്നു അവിടെ റോള്? എത്ര പേര് പോയിട്ട് ആ എൻവയോൺമെന്റൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? നമ്മൾ വരുന്നത് കേരളത്തിൽ നിന്നല്ലേ? പശ്ചിമഘട്ടങ്ങൾ നിരന്നു നിൽക്കുന്ന മനോഹരമായ നാട്ടിൽ നിന്നല്ലേ? പരിസ്ഥിതിയെക്കുറിച്ചും പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്ക് എത്ര സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ മക്കളോട് പറഞ്ഞോ ഒന്ന് അതിൽ അറ്റൻഡ് ചെയ്യാൻ? ആ മീറ്റിംഗിൽ എത്ര സെമിനാറുകൾ നടക്കുന്നുണ്ട്? പ്രിയപ്പെട്ട KMCC-ക്കാരാ, നിങ്ങൾ ഇന്ത്യയുടെ അംബാസിഡർമാരായി മാറണം. രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് കഴിയണം. ഞാനൊരു സുപ്രധാനമായ കാര്യം നിങ്ങളോട് പറയട്ടെ. ആധുനികമായ കാലത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന, മലയാളി ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് വലിയ ആശങ്കയുള്ള ഒരാളാണ്. എനിക്ക് വലിയ അസ്വാസ്ഥ്യം മനസ്സിന് തോന്നുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കേരളം വളരെ മനോഹരമായൊരു നാടായിരുന്നു. എല്ലാ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൊളിറ്റിക്സൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ തമ്മിലൊരു സ്നേഹം ഉണ്ടായിരുന്നു, ഇഷ്ടം ഉണ്ടായിരുന്നു. മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുദേവനും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഡോക്ടർ പൽപ്പുവും കേരളത്തിലെ ആദിവാസി സമൂഹത്തെ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാവരും ശാക്തീകരിക്കുകയും അവർക്കിടയിൽ ആ ശാക്തീകരണ പ്രക്രിയകൾക്കിടയിൽ തന്നെ അവനവൻ നിസത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൂടെ പരിഗണിക്കുന്ന ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അത് അപകടപ്പെടുകയാണ്. കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ രാഷ്ട്രീയം വർഗീയതയാണ്. നിങ്ങൾ വളരെ കരുതലോടുകൂടി നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഫേസ്ബുക്കും വാട്സാപ്പും ട്വിറ്ററും മെസഞ്ചറും ഒക്കെ ഉപയോഗിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ഭീകരമായി ഭരണകൂടം പോലും ഇടപെടുന്ന വർഗീയത മനുഷ്യരെ തമ്മിലകറ്റുന്ന അപകടം പിടിച്ച ഒരു രംഗമുണ്ടാവുകയാണ്. വലിയ പ്ലാനിങ്ങുകളുണ്ട്. കേരളത്തിലെ ഹിന്ദു സമൂഹം ഇന്ത്യയുടെ ഒരു പരിച്ഛേദത്തിന് സമാനമാം വിധത്തിൽ എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വിശാലമായ വീക്ഷണത്തോടെ ഒരു ഭാഗത്ത്, ക്രിസ്ത്യാനികൾ അവരുടെ മിഷണറി ദൗത്യവും അവരുടെ ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ അവർ നിർവഹിച്ചിരുന്ന അവരുടെ മുന്നേറ്റം, പതുക്കെ പതുക്കെ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ഒരു കൂട്ടായ്മ, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തനങ്ങളിൽ ഇഴചേർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടെ അപകടം പിടിച്ച വർഗീയത, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാവുന്ന ആസൂത്രിത ശ്രമം. ഞാനിത് പറയാൻ പാടുണ്ടോ എന്ന് പലതവണ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലെ ഒരു സങ്കടം ഞാൻ പറയാതെ പോകുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ശരിയല്ലെന്ന വിചാരം എന്നെ അലട്ടാറുമുണ്ട്. ഇത് ദൈനംദിനം അപകടപ്പെടുകയാണ്. ലോകത്ത് മുഴുവൻ കണ്ടിരുന്ന ഇസ്ലാമോഫോബിക്ക് അപകടകരമാം വിധത്തിൽ നാട്ടിൽ വരികയാണ്. മുസ്ലിങ്ങൾ ഒരു വില്ലനാണ് എന്ന് വരുത്തി തീർക്കുകയാണ്.
ഞാൻ നിങ്ങളോട് എന്തിനാണ് പറയുന്നത്? നിങ്ങൾ ഇവിടെ എല്ലാവരും നിൽക്കുന്ന ഒരു സ്നേഹം ഞാൻ ഇപ്പോഴും ബാക്കി കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എല്ലാവരും തമ്മിൽ സംസാരിക്കണം. നിങ്ങൾ പരസ്പരം ഇടുന്ന ഒരു സെൽഫി പോലും ഇന്ന് കേരളത്തിന് ആവശ്യമുണ്ട്. ഇതൊരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി താമസിക്കുന്ന നാടാണ്. നിങ്ങൾ വെറുതെ നിങ്ങളുടെ സഹോദരനെ കാണുമ്പോൾ, രാജുവിനെ, ജോസഫിനെ നിങ്ങൾ കാണുമ്പോൾ ഒരു സെൽഫി എടുക്ക്, ചുമ്മാ നാട്ടിലെ ഗ്രൂപ്പിലേക്ക് വിട്. നിങ്ങൾ അങ്ങനെയാണ് ഇവിടെ എന്ന് കാണിക്കുക. നിങ്ങൾക്ക് അവരോട് ഡയലോഗുകൾ ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ പരസ്പരം ഉണ്ടാവുന്ന വിദ്വേഷത്തിൽ നിന്ന് നാട്ടിനെ മാറ്റാൻ കഴിയുന്ന ഒരു ചെറിയ പ്രശ്നം പോലും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് ഈ നാട്ടിലെ വഖഫ് ഇഷ്യൂ അധികാരമുള്ളത്? എന്താ ഇതുവരെ ഒരു പ്രവാസി സംഘടന ഇവിടെ കണ്ട ഒരു വഖഫിന്റെ ഫോട്ടോ എടുത്ത് നാട്ടിലേക്ക് അയച്ചില്ല? നിങ്ങളുടെ പ്രാദേശിക ഗ്രൂപ്പിലേക്ക്. വഖഫ് കേരളത്തിലെ മാത്രം ഇഷ്യൂ അല്ല, ഇന്ത്യയിലെ ഇഷ്യൂ അല്ല എന്ന് നിങ്ങൾ എന്താ പറയാത്തത്? അത് ആഗോളതലത്തിൽ മുഴുവനുള്ള ഇഷ്യൂ ആണെന്ന് എന്താ നിങ്ങൾ പറയാത്തത്? ഇതിൽ സർക്കാരിന് റോളില്ല, നഷ്ടമില്ല, ലാഭമില്ല എന്നെന്താ നിങ്ങൾ പറയാത്തത്? നാട്ടിൽ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഗവൺമെന്റ് എന്തോ സൗകര്യം ആർക്കോ ചെയ്തു കൊടുക്കുന്നു എന്നല്ലേ? അങ്ങനെയല്ലേ വിചാരിക്കുന്നത്? ഞാൻ വീണ്ടും പറയട്ടെ, എനിക്ക് ക്രയവിക്രയത്തിന് അധികാരമുള്ള എൻ്റെ ഭൂമി, ആ ഭൂമി ഞാൻ ആർക്കും ഇഷ്ടമുള്ളത് കൊടുക്കുന്ന പോലെ ഞാനതൊരു പൊതു താല്പര്യത്തിന്റെയും സാമുദായിക താല്പര്യത്തിന്റെയും പേരിൽ വിനിയോഗിക്കുന്നു. അതാണ് വഖഫ്. അത് വേറെ നിലക്ക് വഴിപെട്ട് പോയിക്കൂടാ എന്നല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. മുനമ്പത്ത് അവിടെയുള്ള ഹോട്ടൽ ഉടമകൾക്കാണ് ഞങ്ങൾ നോട്ടീസ് നൽകിയത് എന്ന് പറയാൻ ഗവൺമെന്റ് എന്തിനാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കാത്തു നിന്നത്? എന്തൊരു രസകരമായ കാര്യമാണിത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മേപ്പിട്ട് കയറി. കുഴപ്പമില്ല, ഒരു രാഷ്ട്രീയ വിമർശനം. സാദിഖ് അലി തങ്ങൾ രാഷ്ട്രീയ വിമർശനത്തിന് അതീതമായ അമാനുഷികനൊന്നുമല്ല, വിമർശനത്തിനെ അതീതനല്ല. വിമർശിക്കാം, പക്ഷെ എന്തിന്? എന്തായിരുന്നു കാര്യം? സന്ദീപ് വാര്യർ സാദിഖ് അലി തങ്ങളുടെ വീട്ടിൽ പോയത് സഖാബ് പിണറായി വിജയന് ഇഷ്ടായില്ലേ? അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDP ഒക്കെ ആയിട്ട് ലീഗ് സൂക്ഷ്മത പാലിക്കണമെന്നാണ്. അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിയും SDP ഒക്കെ ആയിട്ട് ലീഗ് മാത്രം സൂക്ഷ്മത പാലിച്ചാൽ മതിയോ? ഇതൊരു മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണോ? കേരളത്തിൽ കാസ എന്ന് പറയുന്ന ഒരു അതിനീചമായ, കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തെ RSSന്റെ ആലയിൽ കെട്ടാൻ പണിയെടുക്കുന്ന തെമ്മാടിക്കൂട്ടത്തിന്റെ പേരാണ് കാസ എന്ന് പറയുന്നത്. ആ കാസ എടുക്കുന്ന പണി ശ്രദ്ധിക്കണം എന്ന് എന്റെ ഒരു ഉപദേശം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പിണറായി വിജയൻ കൊടുക്കാത്തത്? കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ശ്രദ്ധിക്കണം. മിസ്റ്റർ PJ ജോസഫ്, നിങ്ങൾ എന്താണ് സൂക്ഷിക്കാത്തത്? കാസയെ കാണുന്നില്ലേ എന്നെന്താ ചോദിക്കാത്തത്? എന്താ ചോദിക്കാത്തത്? സംഘപരിവാർ മെനക്കെട്ട് പണിയെടുത്ത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ RSSന്റെ ആലയിൽ കെട്ടാൻ ശ്രമിക്കുമ്പോൾ എന്താ ഇവിടുത്തെ CPM-കാരനൊരു ആശങ്കയില്ലാത്തത്? കണ്ണൂരിലെ OK വാസു BJP-യിൽ നിന്നല്ലേ വന്നത്? RSSൽ നിന്നല്ലേ വന്നത്? ഞാനവിടെ MLA ആയിരിക്കും ഇവിടെ വന്നത്. കൊടുത്തത് ദേവസ്വം ബോർഡാണ്. നല്ല കാര്യമല്ലേ നമ്മൾ പറഞ്ഞത്? സന്ദീപ് വാര്യർ കോൺഗ്രസ് പോയവർക്ക് ഈ ആശങ്ക എന്താണ്? നിങ്ങൾ ഇതെവിടെ കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നറിയോ? ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോകുമ്പോ 174 വയനാട്ടിലെ ബൂത്തില് 2ാം സ്ഥാനത്ത് BJP ആണ്. ആശങ്കയില്ല? പിണറായി വിജയൻ ആശങ്കയില്ല? സ്നേഹമുള്ളവരെ,